യെസ്, നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്കോളർഷിപ്പാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 2023-24 അധ്യയന വർഷത്തിൽ 10th A+ വാങ്ങിയവരോ 12th A+ വാങ്ങിയവരോ അതല്ല ഡിഗ്രിക്ക്, അതായത് UG പഠിച്ചിട്ട് 80% വാങ്ങിയവരോ അതുമല്ല PGക്ക് ബിരുദാനന്തര ബിരുദത്തിൽ 75% മാർക്ക് വാങ്ങിയവർക്കോ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 10th തുടങ്ങി PG വരെ വാങ്ങിയവർക്ക് എന്നുള്ളതല്ല പറയുന്നത്. ഇതിലേതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് 10th A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം. 12th A+ കിട്ടിയേക്കണവരാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ 2023-24 അധ്യയന വർഷത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മാർക്കുകൾ കിട്ടിയേക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കൊടുക്കാം. അപ്പോൾ 10th അതുപോലെ തന്നെ 12th കുട്ടികൾക്ക് വരുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. ഓക്കെ, അതല്ല ബിരുദോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിലാണെങ്കിൽ അവർക്ക് 15,000 രൂപയുമാണ് ഈ സ്കോളർഷിപ്പ് തുകയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒറ്റത്തവണ സ്കോളർഷിപ്പാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ എല്ലാ വർഷം പുതുക്കി കൊടുക്കണം എന്നുള്ളത്. ഇതങ്ങനെയല്ല. ഇതൊരു നമുക്കൊരു ഇത് കിട്ടുന്നതാണ്, നമ്മളുടെ ആ ഒരു മാർക്കിനൊക്കെ ഉള്ള ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് വരുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇനി ഇത് മൈനോറിറ്റി വെൽഫെയർ നൽകുന്ന സ്കോളർഷിപ്പ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ഇതിൽ മാർക്ക് അതിൻ്റെ ബേസിലും അതുപോലെ തന്നെ ഇൻകം കുറഞ്ഞവർക്ക്, ഓക്കെ, അപ്പോൾ BPLകാരെയും APLകാരെയും പരിഗണിക്കും. അപ്പോൾ മുൻഗണന എപ്പോഴും BPL കാറ്റഗറിയിലുള്ള കുട്ടികൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ 8 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി വേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തുടങ്ങിയാലും മതി. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ 26/12/2024 നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ +2 അല്ലെങ്കിൽ 10th എവിടെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അത് കൊടുക്കുക. അവരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് 26/12/2024 മുമ്പായിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ കോളേജിലോ എവിടെയാണോ നിങ്ങൾ ഈ കോഴ്സ്, നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയ കോഴ്സ് പഠിച്ചത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഏതെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്നവർ ഈ സ്കോളർഷിപ്പിനെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിൽ വരാം. ഇവിടെ ഈ ഒരു സ്കോളർഷിപ്പ് ഇതുണ്ട്, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ഫോർ PJMS പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് കാണിച്ചു കൊടുക്കുക. സോ അവർക്ക് അറിയാൻ പറ്റും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എൻക്വയറി നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ഹെൽപ്പ് ലൈൻ, ഇതൊക്കെ എടുക്കുന്ന നമ്പേഴ്സാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് ആയതുകൊണ്ട് ഒരു 11 മണിക്കൊക്കെ ശേഷം തന്നെ വിളിക്കുക. കാരണം വേറെ ഒന്നുമല്ല, അവർ രാവിലെ തന്നെ അവർക്ക് വർക്ക് ഉണ്ടാവും. സോ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ലഞ്ച് ടൈമിൽ വിളിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.